വി പ്രകാശാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ട ആൾ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്ര ജനകീയനാണ് അദ്ദേഹം, ഒരാൾ കുറ്റം പറയാത്ത ആൾ. ആ സമയത്ത് ആര്യാട ഷൗക്കത്ത് എന്ന് പറയുന്ന നേതാവ് എടുത്ത നിലപാട് എനിക്കിവിടെ പറയേണ്ടതുണ്ട്. ആ സമയത്ത് നിലപാടെടുത്ത് എന്താണ്, ആര്യാട ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. കാരണം എന്താണ്, 2016 തോറ്റതുകൊണ്ടും ആ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ടും വി പ്രകാശിനെ ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇന്നൊരു വീഡിയോ കാണുമായിരുന്നു. ആ വീഡിയോയിൽ എന്താണ്, ഈ ആര്യാട ഷൗക്കത്തിനെ കഷ്ടപ്പെട്ട് പറഞ്ഞ് അനുനയിപ്പിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വി പ്രകാശ് പോയി കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കൈ തട്ടി മാറ്റി അദ്ദേഹം പോയി സീറ്റിലിരിക്കിയത്. എന്നിട്ട് എന്താണ്, ആ പ്രസംഗത്തിൽ ആദ്യമായി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ, 2016 എന്നെ തോൽപ്പിക്കാൻ എടുത്ത നിലപാടുകളൊക്കെ എനിക്കറിയാം, ആ സ്വഭാവം ഞാനിവിടെ കാണിക്കുന്നില്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞ ആളാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അയ്യോ കോൺഗ്രസ് ഒരു സീറ്റിന് വേണ്ടി അടിയിടാക്കാതെ, അല്ലെങ്കിൽ ആര്യാട ഷൗക്കത്ത് ഇതുപോലെ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് ഒത്തു നിന്നു എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വി പ്രകാശിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആൾ തന്നെയാണ് ഈ ആര്യാട ഷൗക്കത്ത്. അതുകൊണ്ട് അതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം.